ഹലോ, വെൽക്കം ടു ജമൻ വൈബ്സ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വിഷു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ തലേന്ന് കണിയൊക്കെ ഒരുക്കി രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ വിളിച്ച് കണിയൊക്കെ കാണിച്ചു. അപ്പോൾ അന്നൊരു അവധി ദിവസമായിരുന്നു. ഇവിടെ ഇപ്പം ഈസ്റ്റർ വെക്കേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കാം, കാരണം എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിപാടിയിലോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ ചെമ്പാ പുട്ട്, അതാകുമ്പം എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. ഇതിപ്പോൾ നമ്മൾ എത്ര പൊടി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വെള്ളവും വെച്ചിട്ട് ഒന്ന് ഇളക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പുട്ട് നന്നായിട്ട് നനച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഏത്തയ്ക്ക കുറുക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഏത്തയ്ക്ക സ്റ്റൂ എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിങ്ങനെ പഴമൊന്ന് കുഞ്ഞായിട്ട് ഞുറുക്കിയിട്ട് അതും പാലിൻ്റെ രണ്ടാം പാലും കൂടി ചേർത്ത്. അപ്പോൾ ഇവിടെ ടിന്നിലാണല്ലോ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതാണ് രണ്ടാം പാലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ശർക്കരയും ഈ രണ്ടാം പാലും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ടൊരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാം പാലും കൂടി അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തയ്ക്ക സ്റ്റൂ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതും പുട്ടും കൂടി നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് വിളക്കിൻ്റെ മുമ്പിലും വെച്ചു, കാരണം പായസമൊന്നും അപ്പോഴത്തേക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പം ഇതും ഒരു ശർക്കരയും ഒക്കെ ഇട്ടൊരു പായസം പോലെ ആണല്ലോ. അപ്പോൾ അതൊക്കെ വിളക്കിൻ്റെ മുന്നിലോട്ട് വെച്ചു. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്കും കിട്ടി കൈനീട്ടം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജാൻസി ഇല്ല ഇപ്പോൾ ഇവിടെ. ജാൻസി 2 ദിവസം മുമ്പ് നാട്ടിലോട്ട് പോയി. മനോജിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണമാണ്, അപ്പോൾ അത് കൂടാൻ പോയേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പുട്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് ഇപ്പോൾ ഈ ഒരു പരുവമായി കിട്ടും. ഒന്ന് സ്പൂൺ വെച്ചുകൊണ്ട് ഇളക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നനച്ച് കിട്ടും. പിന്നെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി ചായയും ഏത്തയ്ക്ക സ്റ്റൂ ഒക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ ഇനി സദ്യയുടെ കാര്യങ്ങളോട്ട് പോകാം. അപ്പോൾ ഞാൻ അവിയലിനും സാമ്പാറിനും ഒക്കെ അരിഞ്ഞു. അതിൻ്റെ സൈഡിൽ തന്നെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പരിപ്പ് കറിക്കുള്ള പരിപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇത് വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വേവിക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ സൈഡിലോട്ട് വേവിക്കാൻ. അപ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണല്ലോ. പെട്ടെന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം വിഷു അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ 4 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഈസ്റ്റർ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സദ്യ ഒരുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ അവിയലിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇതാണ് ക്യാബേജ് തോരനല്ല ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. ഇത് ഇവിടെ കിട്ടുന്ന കോൾറബി എന്ന് പറയുന്നൊരു വെജിറ്റബിളാണ്. ഇതൊരു ക്യാബേജ് പോലെയൊക്കെ തന്നെ ഇരിക്കും ഇതിൻ്റെ തോരനുണ്ട്. അപ്പോൾ ഇത് ഞാൻ അവിയലിന് അരയ്ക്കാനുള്ള, ഇപ്പം അതൊന്നും പറയേണ്ട അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ അവിയലിന് എന്തൊക്കെയാണ് കൂട്ടരയ്ക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഞാൻ അവിയലിനൊക്കെ അരച്ച് ചേർത്തു, അരപ്പിട്ടു. ഈ സമയത്ത് പിന്നെ തോരൻ ക്യാബേജിന് പകരം കോൾറബി ഉപയോഗിച്ചിട്ടുള്ളൊരു തോരനാണ്. പക്ഷേ ടേസ്റ്റ് ക്യാബേജ് തോരൻ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തോരനും ഒക്കെ അരിഞ്ഞു. അതെനിക്ക് അപ്പോഴത്തേക്ക് സാമ്പാറിൻ്റെ പരിപ്പ് വെന്തു. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം പരിപ്പ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുളി പിഴിഞ്ഞതിനകത്തോട്ട് പൊടികളെല്ലാം കൂടി ഇട്ട് ചേർത്ത് സാമ്പാർ ആ കൂട്ടിലോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് എൻ്റെ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ തോരന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഇതിൽ വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തത്. നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നല്ലതായി ചെറുതായിട്ട് നമുക്ക് നല്ല തോരൻ അരിയാൻ പറ്റും. അങ്ങനെ തോരനും ഒരു സൈഡിൽ കൂടിയായി. അതിനുള്ള ഇത് പരിപ്പിനുള്ള അരപ്പിനുള്ള തേങ്ങയാണ്. അപ്പോൾ അതും അങ്ങോട്ട് അങ്ങ് അരച്ച് ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അതിൻ്റെ സൈഡിൽ കൂടി തോരൻ വെന്തു. പിന്നെ ഞാൻ തോരനുള്ളതും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ച് തോരനുമാക്കി. ഞാൻ 2 പച്ചടിയാണ്, അതായത് ബീട്രൂട്ടും പിന്നെ വെള്ളരിക്കയും വെച്ചിട്ട്. ഇതിൽ ഞാൻ ബീട്രൂട്ടിൽ തേങ്ങ അരയ്ക്കുന്നില്ല, വെള്ളരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ തേങ്ങയും കടുകും കൂടി ചേർത്തൊരു അരപ്പ് അരയ്ക്കുന്നുള്ളൂ. അപ്പം അതിനുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പം നമ്മുടെ വെള്ളരിക്ക, അപ്പം ഞാൻ ഈ വെള്ളരിക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിലോട്ട് ഇച്ചിരി പച്ചമുളക്
മാത്രം ചേർത്ത് പിന്നെ കടുകും തേങ്ങയും കൂടി കൂട്ടി അതിൻ്റെ അരപ്പ് അരച്ച് ചേർത്തു. പിന്നെ ഇത് നന്നായിട്ട് തണുക്കാൻ വെച്ചു. കാരണം തണുത്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തൈര് ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പച്ചടി രണ്ടും തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല കട്ട് തൈര് അതിലോട്ട് ഒഴിച്ചു. കാരണം ഇലയിൽ വിളമ്പണമെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് കട്ടിക്ക് ഇരിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പുളിശ്ശേരിയും കൂടി വയ്ക്കാം, ഒരു മാങ്ങാ പുളിശ്ശേരി. കാരണം എന്തായാലും കണി വെച്ചൊരു പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുളിശ്ശേരിക്ക് ഞാൻ ഇതേപോലെ തന്നെയാണ്, അരപ്പൊന്നും ഇടുന്നില്ല. അപ്പം പച്ചമുളകും കുറച്ച് ജീരകപ്പൊടി ഉലുവാപ്പൊടി ആയിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. അപ്പം ഞാൻ പിന്നെ ഒരു ബോളിയും കൂടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ബോളിക്ക് ഇതേപോലെ മൈദാമാവ് വെച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ച് കുഴച്ചതിന് ശേഷം നല്ലെണ്ണ ഇങ്ങനെ അതിൻ്റെ മുകൾ ഭാഗം വരെ ഒഴിച്ച് വെക്കണം. അത് ആ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മാങ്ങ വെന്തു. അപ്പം ഞാൻ അതിൽ തൈര് ചേർത്തു. അങ്ങനെ നമ്മുടെ മാങ്ങ പുളിശ്ശേരിയായി. പിന്നെ എല്ലാത്തിനും കൂടി ഞാൻ ഒരുമിച്ചങ്ങ് കടുക് വറുക്കുമായിരുന്നു, സാമ്പാറിനും. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, നമുക്ക് ഒറ്റയടിക്കങ്ങ് കടുക് വറുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പായസത്തിൻ്റെ പണിയാവാം. ഞാൻ പായസം ഒന്ന് വേവിക്കാൻ വെച്ചു. പായസം ഇങ്ങനെ നല്ല വെന്തപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ കടലപ്പരിപ്പും ബോളിക്കുള്ള കടലപ്പരിപ്പും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് കടലയ്ക്ക് 1 കപ്പ് പഞ്ചസാര, ആ അളവാണ്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് അത് നന്നായിട്ട് കുറുക്കുക, നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും ഇച്ചിരി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഏലക്കപ്പൊടിയും ചേർക്കാം. അത് എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്കത് ഉരുട്ടി ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ മൈദയിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണമയം വേണം. എന്നിട്ട് നല്ല എന്താ പറയുക, കനം കുറച്ച് നമ്മളിങ്ങനെ കയ്യിൽ പരത്തുക. അങ്ങനെ കാരണം മൈദയുടെ ആ ഒരിത് വളരെ ചെറുതായിട്ടേ വരാവൂ അതിൻ്റെ ഒരു ടേസ്റ്റ്. കടലമാവിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുമ്പിൽ നിൽക്കേണ്ടത്, കടലമാവ് കൂട്ടിൻ്റെ. എന്നിട്ട് അതിലൊന്ന് ഉരുളയെടുത്ത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അധികമുള്ള ആ മാവൊക്കെ എന്നെടുത്ത് മാറ്റിയതിന് ശേഷം അരിപ്പൊടിയിൽ 2 സൈഡും അരിപ്പൊടിയിൽ മുക്കിയിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ വളരെ പതുക്കെയും ക്ഷമയോടും കൂടിയും വേണം, കാരണം ഇത് അതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പതുക്കെ പരത്തി എടുത്തിട്ട് അതിൻ്റെ അരിപ്പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഇത് ചുടുമ്പോഴും വളരെ ചൂട് കുറഞ്ഞ രീതിയിൽ വേണം ചുട്ടെടുക്കാൻ. കാരണം ഇങ്ങനെ പെട്ടെന്ന് ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതൊന്നും ബോളിയിൽ വരാൻ പാടില്ല. അപ്പം വളരെ ചെറിയ ചൂടിൽ നമുക്ക് ഇങ്ങനെ ബോളി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളെ ബോളിയെല്ലാം ഞാനങ്ങനെ പതുക്കെ ചുട്ടെടുത്തു. അപ്പോൾ അതിൽ മുക്കി വെച്ച എണ്ണ ഏതാണ്ട് നമ്മൾ വിചാരിക്കും അയ്യോ ഇത്ര എണ്ണ ഒഴിക്കണമെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു മൈദയുടെ ആ കൂട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ആ എണ്ണ അങ്ങനെ വെക്കുന്നത്. ഇപ്പം അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയായി. പായസവും പപ്പടവും ഒക്കെ പൊരിച്ചു ഞാൻ. പിന്നെ അച്ചാറൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, അതൊക്കെ തന്നെയാണ് എടുത്തത്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി അങ്ങോട്ട് സദ്യ കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വിളമ്പി തുടങ്ങിയാലോ സദ്യ. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ വിഷുസദ്യക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. അപ്പം ഞാൻ എന്തായാലും വിഷുസദ്യ കഴിക്കട്ടെ കേട്ടോ.